ഗോപി ഹൃദയ കുമാര കണ്ണ ഗോവർദ്ധനഗിരി പൊൻകുടയാക്കിയ ഗോപി ഹൃദയ കുമാര കരുണ ചെയ്തടിയനെ കരകേറ്റേണം ഗുരുവായൂരപ്പ കരുണ ചെയ്തടിയനെ കരകേറ്റേണം ഗുരുവായൂരപ്പ കണ്ണ ഗോപി ഹൃദയ കുമാര. സാർ നമസ്കാരം. നമസ്കാരം. ഗുരുവായൂര് ക്ഷേത്രത്തില് ചില പരിചിതമല്ലാത്ത മുഖങ്ങൾ ഇവിടെ ഇക്കുറി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ആണ് അവിടെ ഗുരുവായൂർ ദർശനത്തിന് വേണ്ടി എത്തിയത്. സാധാരണഗതിയിൽ VVIPകൾ ഗുരുവായൂരിൽ എത്തുമ്പോൾ ദേവസ്വം തന്നെ മാധ്യമങ്ങളെ വിളിച്ചു പറയാറുണ്ട് ഇന്ന ആളുകൾ ദർശനത്തിന് എത്താറുണ്ട് എന്നുള്ളത്. ഇവിടെ വിവേക് കിരണിന്റെ ദർശനമൊന്നും മാധ്യമങ്ങളെ അറിയിച്ചില്ല. എങ്കിലും വിവേക് കിരണിനെ തിരിച്ചറിഞ്ഞ ജനൻ ടിവിയുടെ പ്രാദേശിക ലേഖകൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നു. പിന്നീട് ദേവസ്വത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം വിവേക് കിരണിന്റെ സംഘത്തിലുണ്ടായിരുന്ന പലരും ചേർന്ന് ഈ പ്രാദേശിക ലേഖകന്റെ ക്യാമറ പിടിച്ചു മേടിക്കുന്നു. ആ ദൃശ്യങ്ങളെല്ലാം മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ എന്റെ ചോദ്യം ഇതല്ല. ഇപ്പോ പിണറായി വിജയൻ ഗുരുവായൂരിൽ ഒരുക്കി വന്നു കഴിഞ്ഞപ്പോ ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന ഒരു ചോദ്യം വളരെ പരിഹാസ്യോദകമായി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ചോദിച്ച ആളുടെ മകനെ ഗുരുവായൂരിലേക്ക് എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മകനെ ഗുരുവായൂരിലേക്ക് പിണറായി വിജയൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ പറയാൻ വന്നത്, ഈ ഒരു സന്ദർഭത്തിൽ, അതായത് 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിൽ പിണറായി വിജയൻ തന്റെ മകനെ ഗുരുവായൂരിലേക്ക് പറഞ്ഞയച്ചതോ അതോ വിവേകരൻ തന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നതോ എന്തുമാകട്ടെ, 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തോൽവി ഉണ്ടാകും എന്ന് മാധ്യമങ്ങൾ അടക്കമുള്ള സർവേ പുറത്തു വരുമ്പോൾ അച്ഛനെ രക്ഷിക്കണേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥനയുമായാണോ വിവേക് കിരൺ എത്തിയത്, അതോ ചില രഹസ്യമായി പല വാർത്തകൾ പുറത്തു വരുന്നത് പോലെ വിവേക് കിരൺ BJPയിലേക്ക് ചേക്കേറുവാനുള്ള ചില നടപടിക്രമങ്ങൾ നടത്തുന്നു, അതിന്റെ കൂടിയാലോചനകൾ നടത്തുന്നു, അതിന്റെ ഭാഗമായി ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് അനുവാദം മേടിച്ചിട്ടാണോ BJPയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എപ്പോഴും പിണറായി വിജയന്റെ രാഷ്ട്രീയ നയവൈകല്യങ്ങൾക്കെതിരെ നിലകൊണ്ടിട്ടുള്ള, പിണറായി വിജയന്റെ അനീതിക്കെതിരെ സുപ്രീം കോടതിയിൽ വരെ പോയി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാറിന്റെ അഭിപ്രായം? അതായത് പിണറായി വിജയനെ പോലെ ഇത്രയും കുരുട്ട് ബുദ്ധിയുള്ള വേറൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. എല്ലാ കാലത്തും കുതികാൽ വെട്ടിന്റെയും ചതിയുടെയും ആളാണ് പിണറായി വിജയൻ. നമുക്കറിയാം, രാഷ്ട്രീയ എതിരാളിയായ ഉമ്മൻചാണ്ടി 2013 മുതൽ 2016 വരെ ഭരിച്ചപ്പോൾ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ജനങ്ങളുമായിട്ടും ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ വെട്ടാൻ അദ്ദേഹത്തിനെതിരെ സരിതാ നായരെ ഇറക്കി അങ്ങനെ കേരളത്തിൽ ഭരണം പിടിച്ചെടുത്തിട്ടുള്ള വലിയ തോതിൽ പ്രചരണം നടത്തി ജനങ്ങളുടെ മുന്നിൽ ആ ഗവൺമെന്റിനെ താറടിച്ച് ഭരണം പിടിച്ചെടുത്തുള്ള ഒരാളാണ് പിണറായി വിജയൻ. 2021 കിറ്റും പെൻഷനും കൊടുത്ത് വലിയ TV-ക്കും മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡിനെ നിയന്ത്രിച്ച ആരോഗ്യ മേഖലയാണ് കേരളം എന്നൊക്കെ പറഞ്ഞ് ശൈലജ ടീച്ചർ അടക്കം വെട്ടി അവസാനം ഭരണത്തിൽ വീണ്ടും വന്നുള്ള ഒരാളും പിണറായി വിജയൻ. അത്രയും കുടിലതകളാണ് പിണറായി വിജയന്റെ ഭരണകാലത്തുള്ളത്. പിന്നീട് കണ്ടത് കൊള്ളയുടെ ഒരു കാലഘട്ടമായിരുന്നു 2026 വരെ. ഇപ്പൊ ഈ 2026 വരെ കൊള്ളയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന, ചോര നീരാക്കി കൊണ്ടുപോകുന്ന ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു. അതേപോലെ നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ തന്നെയാണ് മകള് നേരിട്ട് പ്രതിയാണെന്നുള്ള കരിമണൽ കർത്തവുമായിട്ടുള്ള കേസ്, ഇതുപോലുള്ള നിരവധി കേസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല കേസുകളും ധാരാളം വേറെയുമുണ്ട്.
അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സമ്പാദ്യമാണ് വിദേശത്തുള്ളത്. 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ അനധികൃത സമ്പാദ്യത്തിൽ, വിദേശത്തുള്ള അനധികൃത സമ്പാദ്യത്തിന്റെ രേഖകളിന്റെ കൈവശം ഉണ്ടായിരുന്നു. അതെന്റെ കയ്യിൽ കിട്ടിയ പിറ്റേ ദിവസമാണ് എനിക്കെതിരെ ഒരു വീണ ജോർജിനെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ച് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് എന്റെ ഓഫീസും വീടൊക്കെ റെയ്ഡ് ചെയ്ത് സാധനം എടുത്തുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പം അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളും മകനും അതേപോലെ ഭാര്യയും എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. സ്വന്തം മക്കളെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതല്ല പിണറായി വിജയൻ ചെയ്തത്. അതിലപ്പുറം കക്കാനും മോഷ്ടിക്കാനും, മോഷ്ടിച്ച വസ്തുക്കൾ ഇവരെ സംരക്ഷണയിൽ സൂക്ഷിച്ചു വെക്കാനും, അതിനുവേണ്ടി മക്കളെയൊന്നും ഇവിടെ രാഷ്ട്രീയത്തിൽ ഇറക്കാതെ വിദേശത്ത് കൊണ്ടുപോയി അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അങ്ങനെയുള്ള പിണറായി വിജയന് മനസ്സിലായി ഇത്തവണത്തെ ഭരണം ഇനി കൈവിട്ട് പോവുകയാണ്. ഇത്രയും കാലം കേന്ദ്രവുമായുള്ള ധാരണ പ്രകാരം പിണറായി വിജയന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭരണം മാറാൻ പോകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ അതിനെ മറികടക്കാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നത് നമുക്കറിയാം. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഗുരുവായൂരിൽ വന്ന് മകനെ അയക്കുകയും, മകൻ ജന്മഭൂമിയുടെ ജനത്തിന്റെ മാത്രം ടിവിയുടെ ആള് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. അത് ക്രിയേറ്റഡ് പരസ്പര അറിവോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു കഥയായിട്ട് വേണം BJPയും അതേപോലെ പിണറായി വിജയനും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരം ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ. ആ വിധത്തിൽ അദ്ദേഹം അവിടെ ഭക്തനായി വന്ന് പോകുന്ന ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടു. ഡിലീറ്റ് ചെയ്തു, മറ്റേ ആക്കി, ആനയാക്കി, കുതിരയാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി പിണറായി വിജയൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പുറത്ത് ഇത് ഉണ്ടായി എന്ന് പറഞ്ഞ ശേഷം BJPയുടെ ഉന്നത നേതാക്കന്മാർ ഒന്നും മിണ്ടിയില്ല. സാർ ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. അതായത് ഇപ്പൊ വിവേകരൻ ഗുരുവായൂർ വന്ന് ദർശനം നടത്തി മടങ്ങുന്ന സമയത്ത് ഇപ്പോ ജനൻ TVയുടെ പ്രാദേശിക ലേഖകൻ ആ പടം എടുത്തു. അങ്ങനെ പോയിരുന്നെങ്കിൽ അത് ഇത്രത്തോളം വിവാദം ഒരുപക്ഷെ ആവില്ലായിരുന്നു. ഇതാ ക്യാമറ വാങ്ങിച്ചു, അത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിനെ തൊട്ട് വിവാദങ്ങളായി. പിന്നെ അത് ഒരുപക്ഷെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു, എല്ലാവരും വാർത്തയാക്കി. നമ്മളടക്കമുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വളരെ ജാഗ്രതയോടുകൂടി ആ വാർത്ത കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നരേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അല്ല, നമ്മൾ ആദ്യം കേൾക്കുന്നത് നെഗറ്റീവായിട്ടായിരിക്കും. അതിന്റെ യഥാർത്ഥ ലക്ഷ്യം വേറൊന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയേ കാണാൻ പറ്റുള്ളൂ. അതായത് പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ വന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യിച്ചോ എല്ലാ ദൃശ്യമാധ്യമങ്ങളെ കൊണ്ടും. അതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഒരു വിവാദത്തിലൂടെയാണ്. വിവാദത്തിലൂടെ ഉണ്ടായുള്ള ഫോട്ടോഗ്രാഫറോടെ പരാതി കൊടുത്തോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? കേസ് രജിസ്റ്റർ ചെയ്തോ? ഒന്നും ഉണ്ടായില്ലല്ലോ. പകരം BJP നേതാക്കന്മാർ അത് ഏറ്റെടുത്തോ? ഇല്ല. ഇതിന്റെ പിന്നിലൊക്കെ വ്യക്തമായ അജണ്ടകളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും പിണറായി വിജയൻ ചെയ്യുന്നതിന്റെ അജണ്ടകൾ വേറെയാണ്. അതായത് ഇവർക്കെതിരെയുള്ള കേസുകളിലെല്ലാം തന്നെ കൃത്യമായി ഭരണം കേരളത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത്രയും കാലം കോൺഗ്രസ് മുക്ത ഭാരതം, പിണറായി വിജയൻ കേരളത്തിലെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തി 10 വർഷം ഇവിടെ ഭരിച്ചു. അതോടുകൂടി കോൺഗ്രസ് തകരും, BJP അധികാരത്തിൽ വരുന്നൊക്കെയായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. പക്ഷെ BJP അധികാരത്തിൽ എത്തിയതുമില്ല. പിണറായി വിജയന് ഭരണവും പോകുന്ന ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കയ്യും കെട്ടി നിൽക്കില്ല, തൂക്കിയെടുത്ത് അകത്താക്കും. അങ്ങനെ തൂക്കിയെടുത്ത് അകത്താക്കി കഴിഞ്ഞാൽ CPM-ൽ നിന്ന് ഒഴുക്ക് BJPക്ക് ഉണ്ടാകും എന്ന് കൃത്യമായി അറിയുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത്. കേരളത്തിലെ BJPയിലെ ഒരു ഭാഗം ആളുകൾക്ക് അറിയാം. പിണറായി വിജയനായി ധാരണയുള്ള ആൾക്കാരാണ് V മുരളീധരൻ, K സുരേന്ദ്രനൊക്കെ. അവരുടെ ഭരണകാലത്താണ് ഈ നറേഷൻ ഡൽഹിയിൽ കൊടുക്കുകയും അതുവഴി പിണറായി വിജയൻ ഒരു കേസിലും കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇവർക്കൊക്കെ തന്നെ അതിന് പങ്കാളിത്തം ഉണ്ട്, അതിന് ഷെയറും കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ കേരളത്തിൽ ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ ഭരണം നഷ്ടപ്പെടാൻ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പിണറായി വിജയനെ ആവശ്യമില്ല പിന്നെ ആർക്ക്? കേന്ദ്രത്തിന്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ BJPയുടെ വളരാൻ എന്താണ് മാർഗം? ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ, അടുത്ത ചിലപ്പോൾ BJP പ്രസിഡന്റായി വരാൻ പോകുന്ന ശോഭാ സുരേന്ദ്രനെ പോലെ ആളുകൾ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു കാര്യം, പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുക, CPM-നെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുക, അതുവഴി CPM-ലുള്ള അണികളെ ഇങ്ങോട്ട് ആകർഷിക്കുക, അവിടെയുള്ള നേതാക്കന്മാരെ ഏത് വിധേനെങ്കിലും BJPയിൽ എത്തിക്കുക. അങ്ങനെ BJPക്ക് ഒരു പെട്ടെന്നൊരു വലിയ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുക. ഇനി അതിന് പറ്റിയത് പിണറായി വിജയനെയും മകനെയും മകളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായി അറിയുന്ന പിണറായി വിജയൻ അതിനെ നേരിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി എറിഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മകനെ തന്നെ
ഇറക്കി കളിക്കുന്ന ഈ നാടകം, അല്ലെങ്കിൽ ഒരു കുട്ടി അറിയാതെ ഒരു ചെവി അറിയാതെ എത്രയോ തവണ വന്നിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും. അപ്പൊ ആരും അറിയാതെ ഇത് ഇങ്ങനെയൊക്കെ വന്ന സംഭവത്തെ വലിയ വിവാദമാക്കി ഇവര് മിണ്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? വളരെ കൃത്യമാണ്. എന്റെ മകന് BJP-യിലേക്ക് ഭക്തിയുണ്ട്, അദ്ദേഹത്തിന് അമ്പലത്തിൽ സന്ദർശിക്കാം, അദ്ദേഹം BJP-യിൽ ചേരുന്നത് എനിക്കെന്താ? AK ആന്റണിയുടെ മകൻ ചേർന്നില്ലേ? അതേപോലെ പല പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ ചേർന്നില്ലേ? എന്റെ മകൻ ചേർന്നാൽ BJP-യിൽ ചേർന്ന് എന്താ വരാൻ പോണത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ്? ഇത്രയും കാലം വിവേക് തായ്ക്കണ്ടി എന്ന് പറയുന്ന മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടക്കൂട്ടിലോ എവിടെയോ പോയതായിട്ട് ഇതില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ആളുമല്ല വിവേക് തായ്ക്കണ്ടി. പൊതുമധ്യത്തിൽ അങ്ങനെ കാര്യമായി പ്രത്യക്ഷപ്പെടാറില്ലാത്ത ഒരാൾ തന്നെയാണ് വിവേക് കിരൺ. അതിന്റെ രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇവിടെ ഉണ്ടാക്കുന്ന കള്ളപ്പണമെല്ലാം വിദേശത്ത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഈ വിവേക് തായ്ക്കണ്ടി. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ തുടങ്ങിയതല്ലത്. ഞാൻ ലാവ്ലിൻ കേസ് 2005 കൊണ്ടുവന്ന സമയത്ത് അതിലെ സുപ്രധാന രേഖ എന്ന് പറയുന്നത് എന്താ? കമല ഇൻട്രാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്ന, സിംഗപ്പൂരിലേക്ക് വന്ന 75 കോടിയുടെ മലബാർ ക്യാൻസർ സെന്ററിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി തുടങ്ങേണ്ട മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട 75 കോടി രൂപ കനേഡിയൻ ഗവൺമെന്റ് കൊടുത്ത പൈസ, SNC ലാവലിൻ വഴി വന്ന പൈസ നേരെ പോയത് സിംഗപ്പൂരിലെ പിണറായി വിജയന്റെ കമല ഇൻട്രാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ്. അവിടെ 3 വർഷം പിണറായി വിജയന്റെ മകൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പബ്ലിഷ് ചെയ്താണ്. ഇപ്പോൾ ഇവര് സ്ഥിരമായിട്ട് സിംഗപ്പൂരിൽ പോയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള പുറത്തുവിട്ടതാണ്. പിന്നീട് പിണറായി വിജയനെ സ്ഥിരീകരിച്ചു, ഞങ്ങൾക്ക് എയർ ടിക്കറ്റ് ഫ്രീ ആയി കിട്ടിയപ്പം സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകണോ എന്ന് പറഞ്ഞു. അത്ര എയർ ടിക്കറ്റ് ഫ്രീ ആയി കിട്ടണമെങ്കിൽ അത്രയും തുടർച്ചയായി യാത്ര ചെയ്യണം സിംഗപ്പൂരിലേക്ക്. അപ്പൊ അവിടെ CPM-ന്റെ രാഷ്ട്രീയ പരിപാടിയൊന്നും ഇല്ലല്ലോ, അല്ല അവിടെ സംഘടന കെട്ടിപ്പിടിച്ചാലൊന്നും ഇല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നത് ഫാരിസ് അബൂബക്കറുമായി ചേർന്ന് ഈ ഫണ്ട് കൃത്യമായി അവിടെ ഉപയോഗിക്കുകയും ബിസിനസ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതേപോലെ ഇതിന്റെ സൂക്ഷിപ്പുകാരനായി മകൻ അവിടെ എത്തുകയും ബാങ്ക് ഇടപാടുകൾക്ക് മകനാണ് അവിടെ പോയിട്ടുള്ളത്. ഇത് അടുത്ത കാലത്ത് KM ഷാജഹാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യേണ്ടായി. ഞാൻ പറഞ്ഞത് അന്ന് പലരും മിണ്ടാതിരിക്കെങ്കിലും പിന്നീട് എല്ലാവരും അത് സത്യം അംഗീകരിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള വിവേക് കിരൺ ഈ പറയും പിണറായി മന്ത്രിസഭ വീണ് കഴിഞ്ഞാൽ കേന്ദ്രം ഇവിടെ നടപടി ആരംഭിക്കും. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ഇനി സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അവരെല്ലാം പിടിച്ചകത്താക്കുകയാണെന്ന് കൃത്യമായി അറിയുന്ന പിണറായി വിജയൻ മുൻകൂട്ടി എറിഞ്ഞതാണ് മകനെ ഗുരുവായൂരിലെത്തിച്ച് വലിയ പബ്ലിസിറ്റി ഉണ്ട്. അതും ജനൻ TV-യുടെ ആള് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി എന്തുകൊണ്ട് ബാക്കി പത്രപ്രവർത്തകരൊന്നും വന്നില്ല? അല്ല, അവര് പറയുന്നൊരു കാരണം സാധാരണഗതിയിൽ VIP-കൾ ദർശനത്തെത്തുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് അറിയിപ്പ് കൊടുത്തില്ല എന്നാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറഞ്ഞത്. അല്ല, ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെ കിട്ടി? അങ്ങനെയാണെങ്കിൽ അപ്പം അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പ്ലാന്റ് പരിപാടിയാണ്. BJP-യിലേക്ക് അദ്ദേഹം പോകുന്നു. ഇത് ആരൊക്കെ കൈയുണ്ടാവും? V മുരളീധരനും K സുരേന്ദ്രനൊക്കെ കൈയുണ്ടാവും. കാരണം എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അവരും കൂടി കുടുങ്ങല്ലോ. ഇപ്പൊ പിണറായി വിജയൻ കുടുങ്ങി കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയില്ല ഇത്ര പൈസ മറ്റോടും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ? സാർ, ഇത് വർഷങ്ങൾക്ക് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ പരീക്ഷിച്ച് വിജയിപ്പിച്ചൊരു നാടകം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തില് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടതുപക്ഷത്തെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്രത്തില് തുഷാർ വെള്ളാപ്പള്ളി LDJS എന്നൊരു പാർട്ടി ഉണ്ടായി NDAയുടെ ഘടകകക്ഷിയായിട്ട് നിർത്തി. അങ്ങനെ കേന്ദ്രത്തിൽ നിന്നുള്ള ആ ഒരു സമ്മർദ്ദങ്ങളും കേസുകളും ഒക്കെ അല്ലെങ്കിൽ അന്വേഷണങ്ങളും നടപടികളും ഒഴിവാക്കാൻ വേണ്ടി അത്തരത്തിലൊരു തന്ത്രം പയറ്റിയതിന്റെ ഒരു പുനരാവർത്തനം തന്നെയാണോ ഇപ്പോ പിണറായി വിജയൻ പയറ്റുന്നത്? അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഇവിടെ അദ്ദേഹത്തിന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, K കരുണാകരന്റെ മകൾ എവിടെയാണ്? BJP-യിലാണ്. അതേപോലെ AK ആന്റണിയുടെ മകൻ എവിടെയാണ്? BJP-യിലാണ്. എന്റെ മകന് പോകാൻ പാടില്ല എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗ്യമല്ലേ? അദ്ദേഹം ഭക്തിയുള്ള ആളാണ്. അദ്ദേഹം അമ്പലത്തിൽ പോയി അദ്ദേഹം തൊഴുതു. അതോടൊപ്പം അദ്ദേഹം BJP-യിൽ ചേരാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BJP-യിൽ പിണറായി വിജയന്റെ മകൻ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിൽ അടക്കം ചിലപ്പോൾ സ്ഥാനം കൊടുക്കില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. ഉന്നതമായ സ്ഥാനം കൊടുത്ത് അവർ അംഗീകരിക്കും. എന്നിട്ട് അവർക്ക് അവിടെ MP ആക്കാനും രാജ്യസഭ MP ആക്കാനൊക്കെ വലിയ പണിയല്ലല്ലോ. എന്തായാലും അണിയറയിൽ വലിയ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിന്റെ അഭിപ്രായം. പിണറായി വിജയനെ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള പേരിൽ കഴിഞ്ഞ 10 വർഷമായി BJP പിണറായി വിജയനെയും മക്കളെയും കുടുംബത്തെയും എങ്ങനെയാണോ പല കേസുകളിൽ രക്ഷിച്ചിട്ടുള്ളത് എന്ന് അറിയുന്ന ഞാൻ, പ്രത്യേകിച്ചും ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തുണ്ടാക്കിയ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ പിണറായി വിജയനും
കേന്ദ്ര ഗവൺമെന്റും കൂടി കച്ചവടം ചെയ്യുമ്പോൾ, BJP കൂടി കച്ചവടം ചെയ്യുമ്പോൾ, കേസ് 37 പ്രാവശ്യത്തിലധികം 80 തവണയായി 8.5 വർഷമായി അത് മാറ്റിവെക്കുകയാണ്. അത്തരം അഴിമതി കേസുകൾ എത്രയും തീർപ്പാക്കണമെന്ന് എത്രയോ വിധികളുണ്ട്. പ്രത്യേകിച്ചും ബാലകൃഷ്ണപിള്ള കേസിൽ, VS അച്യുതൻ വേഴ്സ് ബാലകൃഷ്ണപിള്ള കേസിൽ ജസ്റ്റിസ് സദാശിവൻ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവൻ, മുൻ ഗവർണറായിരുന്ന കേരള ഗവർണറായിരുന്ന സദാശിവം വിധിയിൽ പറയുന്നത് ഇത്രയും കേസുകൾ എത്രയും വേഗം പൂർത്തീകരിക്കണം, വിചാരണ നടത്തണം എന്ന് വിധിയുണ്ട്. ആ വിധി ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് തൊടാതെ കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ നാടകമുണ്ട്. എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും K സുരേന്ദ്രനും എല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു അന്വേഷണം പോലും പിണറായി വിജയനെ വിളിച്ച് ചോദ്യം ചെയ്യലോ ഒന്നും ഉണ്ടായില്ല? അതേപോലെ സ്വപ്നയും അതേപോലെ ശിവശങ്കറും നടത്തിയിട്ടുള്ള അവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ? അല്ല, സ്വപ്ന സുരേഷ് പലപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ ഡേറ്റ് സഹിതം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട്, ഇന്നിന്ന തീയതികളിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഞാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല. മറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് സാറേ, ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ നിരന്തരമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവർക്കെതിരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിൽ ഒരു പെറ്റി കേസ് പോലും കൊടുത്തിട്ടില്ല. പകരം മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ മൈക്കൊന്ന് ഹവിളി ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നിലയിലേക്ക് ഒരു മാനസിക നിലപാടുള്ള മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുക്കാതിരിക്കുന്നത് കൃത്യമായി പണി കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ ഭരണം വീണ് കഴിഞ്ഞാൽ പിന്നെ BJPക്ക് എന്താണ് പിണറായി കൊണ്ട് ആവശ്യം? കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആ സ്ലോഗാൻ ഇപ്പൊ അവസാനിച്ചല്ലോ. അവര് ആ മുദ്രാവാക്യം, അവരുടെ ആവശ്യം ഇന്ത്യയിൽ മുഴുവൻ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉള്ള കേരളത്തിൽ ആണ് 18-19 സീറ്റ് കോൺഗ്രസ് UDF കിട്ടുന്നത്. അപ്പൊ പ്രതിപക്ഷത്തിന് കിട്ടുന്നത് അത് തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? കേന്ദ്രത്തിന്റെ ആവശ്യമാണ്. അതിനാണ് ഇവിടെ ഒറ്റയ്ക്ക് കിട്ടില്ല. പിണറായി ആവട്ടെ, പിണറായി ഇവിടെ നിൽക്കട്ടെ, അങ്ങനെയാണ് പിണറായിക്കെതിരെയുള്ള എല്ലാ കേസുകളും തൊടാതെ വെക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തൂക്കിയെടുക്കാവുന്ന കേസുകളാണതൊക്കെ. ലൈഫ് മിഷൻ തട്ടിപ്പിൽ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ലൈഫ് മിഷനിലേക്ക് മാത്രമേ പൈസ അയക്കാവൂ FCRA പ്രകാരം. അത് ലംഘിച്ച് അയച്ചതിനാണ് ആർക്കെതിരെ അറസ്റ്റ് ചെയ്തത്? സ്വപ്ന സുരേഷും അതേപോലെ ശിവശങ്കർ അറസ്റ്റ് ചെയ്ത്. അത് ഉത്തരവ് കൊടുത്ത ആരാ? പിണറായി വിജയനാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എത്രമാത്രം സ്വാധീനമുണ്ട്. പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ ഒന്ന് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറയുമ്പോ അങ്ങനെ പ്രധാനമന്ത്രി വെറുതെ പറയുമല്ലോ, പ്രധാനമന്ത്രിക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്തുകൊണ്ട് ഒരു നടപടി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എടുത്തില്ല എന്നുള്ള ജനങ്ങൾ ചോദിച്ച ചോദ്യമാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പിണറായി വിജയൻ ആരും കാണുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല, ചികിത്സയ്ക്ക് പോയിരിക്കുന്നതാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അല്ല, അയാൾക്ക് രഹസ്യമായ നീക്കളങ്ങളാണ്. ഇതൊക്കെ പബ്ലിക് ആവേണ്ട. മുഖ്യമന്ത്രിയല്ലേ, എവിടെ പോണു എന്താക്കുന്നു എന്ന് ജനങ്ങൾ കൂടെ അറിയണ്ടേ? പക്ഷെ രഹസ്യമായിട്ട് അദ്ദേഹം കരുക്കൾ നീക്കുകയാണ്. അത് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റും കൂടെ ആലോചിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് മകനെ തന്നെ BJPയിൽ എത്തിച്ച് തനിക്കെതിരെയുള്ള കേസുകളെല്ലാം അട്ടിമറിക്കാനും മകനെയും ഒക്കെ രക്ഷപ്പെടുത്താനുമുള്ള കുതന്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ ഗുരുവായൂർ കൊണ്ടുവന്ന് അത് അദ്ദേഹം ഭക്തിയുള്ള ആളാണ്, BJP ആശയക്കാരനാണ് എന്ന് വരുത്തിക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു സൂചനയാണ് നടത്തിയിരിക്കുന്നത്. അതിലൂടെ BJP ശ്രദ്ധിച്ചോ, ജനത്തിന്റെ വീഡിയോഗ്രാഫർക്ക് മാത്രമാണ് ആ ഫോട്ടോ കിട്ടിയത്. തടഞ്ഞു എന്ന് പറയുന്നു. തടഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ആ ഫോട്ടോ പുറത്തു വന്നില്ലേ? ആ ഫോട്ടോ പുറത്തു വരിക എന്നുള്ളത് പിണറായിന്റെ ആവശ്യമാണ്. എത്രത്തോളം കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത എന്താ എല്ലാവരും എടുത്ത് നമ്മളെല്ലാരും പരിചയമുണ്ട്, നമ്മൾ അതിനെപ്പറ്റി വിവാദമാക്കി ഇതാക്കി. പക്ഷെ യഥാർത്ഥത്തിൽ വിവാദമാകേണ്ട പിണറായിയുടെ ആവശ്യമായിരുന്നു. പിണറായി വിജയിച്ചു ആ കാര്യത്തിൽ. പിണറായി വളരെ തന്ത്രപരമായി വാർത്തയാക്കുന്ന കാര്യത്തിൽ വിജയിച്ചു. ഇനി അടുത്ത ദിവസം നമുക്ക് കേൾക്കില്ല, 4-ാം തീയതി കഴിഞ്ഞാൽ 5-ാം തീയതിയോ 6-ാം തീയതി അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വിവേക് തൈക്കണ്ടി BJPയിൽ ചേർന്നു. അത് ആരാ കൊടുക്കുന്നത്? ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കാം, ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കാം. അദ്ദേഹത്തിന് മാല അണിയിച്ച് അദ്ദേഹത്തിന് അംഗത്വം കൊടുക്കുന്നത് വലിയ ചടങ്ങോട് കൂടി ഡൽഹിയിലായിരിക്കും എന്ന് നമ്മൾ കാത്തിരുന്നാൽ നമ്മളൊക്കെ കാണുന്നതിലപ്പുറമാണ് പിണറായി വിജയൻ. കാരണം കട്ട മുതൽ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ആ കട്ട മുതൽ കേസ് വരാതിരിക്കാൻ
അദ്ദേഹം എന്താ ഈ പാർട്ടിയെ തന്നെ അടിയുറ വെച്ച് കേന്ദ്രത്തിൽ എല്ലാ വിധത്തിലും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സംരക്ഷണം കിട്ടിയില്ലേ? അപ്പോ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടിയെ ബലികഴിപ്പിച്ചുകൊണ്ട് സ്വന്തം മകന്റെ BJP പ്രവേശനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ നാടകങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണ് സാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് നമ്മുടെ വെള്ളാപ്പള്ളിയെ കണ്ടിട്ടല്ലേ പിണറായി നടക്കുന്നത്. മോനെ BJP സംഘത്തിലെത്തിച്ചു, അവര് ഒരു സംഘടന BDS രൂപീകരിച്ചു, അതുകൊണ്ട് അത് BJP ഇതാണ്. ഇപ്പുറത്ത് പിണറായി ആയിട്ട് ധാരണയായി മൈക്രോ ഫിനാൻസിലെ എല്ലാ കേസുകളും രക്ഷപ്പെട്ടു. ഇത് തന്നെയാണ് പിണറായിന്റെ ഗുരു എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണല്ലോ. അപ്പൊ വെള്ളാപ്പള്ളിയുടെ മാർഗനിർദ്ദേശമാണ്, അല്ലെ വെള്ളാപ്പള്ളി തന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ടാവും. ഇവര് തമ്മിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ കാണുന്നതല്ല സത്യം, കാണുന്നതിലപ്പുറമാണ് രാഷ്ട്രീയത്തിലെ സത്യങ്ങൾ എന്നുള്ളതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. ഇപ്പം അല്ലാതെ പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ട ഒരാളല്ലേ. ചരിത്രം ഒരു അടുത്ത കാലത്ത് ഞാൻ RSSന്റെ ഒരു താത്വികന ആചാര്യനായിട്ട് EN നന്ദകുമാറായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായിയെ തൊടില്ല കേന്ദ്ര ഗവൺമെന്റ് എന്നാണ്. അതിനർത്ഥം എന്താണ്? അവരായിട്ടൊരു അന്തർധാര ഉണ്ടെന്നുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്നത് വളരെ സജീവമാണ്, അത് വളരെ സത്യസന്ധമാണ് എന്നുള്ളത് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിവേക് തായ്ക്കണ്ടിയുടെ BJP പ്രവേശനം കേരളത്തിൽ ഉണ്ടാകുമോ, അത് വലിയ ചർച്ചയാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അതിന്റെ വ്യക്തമായ സൂചനകളാണ് നടക്കുന്നത് എന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ കൃത്യമായി നിരീക്ഷിച്ച് പറയുമ്പോൾ അതിനെ തള്ളിക്കളയാനും ഈ സാംസ്കാരിക കേരളത്തിനാവില്ല. എന്നാൽ മെയ് 4-ാം തീയതിക്ക് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായേക്കാം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഇത്തരം വിവാദങ്ങളും, അഥവാ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഇത് കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.